മഴ പെയ്തു. ഞാൻ മഴ പെയ്യില്ല എന്ന് വിചാരിച്ചു, പക്ഷെ മഴ പെയ്തു കേട്ടോ. അതിൻ്റെ അകത്തൂടി കയറി പോവാല്ലേ, അതിൻ്റെ അകത്തൂടി തന്നെ കയറിപ്പോ, അല്ലെങ്കിൽ മഴയത്ത് നനഞ്ഞ് വിളിച്ച് വേണ്ട. മഴ പെയ്തു ഇതാണ് ബെങ്സാർ വില്ലേജ്. വലിയ ബെങ്സാറൊന്നും അല്ലല്ലേ, ആയിരിക്കും, അറിയില്ല കേട്ടോ, ചിലപ്പോൾ പുറത്തൊക്കെ ഉണ്ടാവും. അയ്യോ, ഒരു കുഞ്ഞാവടെ ഉറങ്ങണുണ്ടോ, കടിക്കാന്ന് വിളിച്ച്. എങ്ങനെ ഈ പിള്ളേരെ കാണാൻ പോയില്ലേ, പീച്ച് കൂട്ടി. നല്ല മഴയുണ്ട്. എൻ്റെ ഊഹം തെറ്റായി. ഞാൻ വിചാരിച്ചു മഴ പെയ്യില്ല, മഴ പെയ്തിട്ട. ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നേ. നമ്മൾ വെയിലും കണ്ടിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്, പക്ഷെ പെട്ടെന്ന് മഴ പെയ്യും. ഇടിയൊടുങ്ങും. ഇന്ന് എനിക്ക് വീഡിയോ ഇല്ലല്ലോ ഇടാന്ന് വിഷമിച്ചിരിക്കണായിരുന്നുണ്ട. കാരണം പുറത്തിറങ്ങിയാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് റൈസ് ഉണ്ടായിരുന്നില്ല. ആൻറ്റി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ നിന്ന് റൈസ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അയ്യോ, TMC പോകണമല്ലേ. അപ്പോൾ ഞാൻ റൈസ് വാങ്ങിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, നല്ല മഴക്കാറുണ്ട്, കാറിനുണ്ടാവുന്നു. ഞാൻ അയ്യോ, അപ്പോൾ പണി വാളി, അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ട, ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്താ മുഖം മൂടിയിട്ട് കണ്ണ് കാണാത്ത മൂടിയിരിക്കുന്നു. എന്താ സംതിങ്. അയ്യോ, കണ്ണും മൂക്കൊന്നും കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. എല്ലാം നെറ്റിട്ട് മൂടി വെക്കുന്നു. അവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്കിൾ പറയുന്നത്, ഞാൻ ആക്കിത്തരാം. ഞാൻ പറഞ്ഞു, വേണ്ട. ഓ, മഴയത്ത് പോകാൻ ഇഷ്ടമാണല്ലേ. ആ, മഴയത്ത് പോകാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മഴയത്ത് ഇറങ്ങി നടക്കുക. അപ്പോൾ കോള വാങ്ങിക്കണം. കോള വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിരിക്കാം. ഇന്നൊരു സൺഡേ, വീട്ടിലായിരുന്നു വെച്ചെങ്കിൽ കിടന്നുറങ്ങായിരുന്നു. എന്താല്ലേ, നമ്മളുടെ വീട് നാടൊക്കെ മിസ് ചെയ്യുന്നു ഒരുപാട്. ഞാൻ ഓർക്കണേ, എൻ്റെ ഫ്രണ്ടിൽ പെണ്ണുങ്ങളൊന്നും കണ്ടില്ല. പിന്നെ എവിടെ നീ ക്യാമറയിലൊരു പെണ്ണിനെ കാണാൻ മതലില്ലായിരുന്നു പെണ്ണിരുന്ന് വെച്ചത്. അയ്യോ, എനിക്ക് വയ്യ. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴേ ഒരു പെണ്ണ് നീലുടുപ്പിട്ടുണ്ടിരിക്കുന്നു. അയ്യോ, മഴ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടോ, മഴ കാണാത്തവരൊന്നും ഉണ്ടാവില്ല. ഞാൻ 5 മിനിറ്റ് പിടിക്കാറുണ്ടാവും. ഓ, ഭയങ്കര മഴ. ഇന്ന് ആൻറ്റി പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ബ്യൂട്ടി പാർലർ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ ഡൈ ഉണ്ടല്ലോ, തലയിലടിക്കുന്ന ഡൈ അയാൾ ഹെയർ ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ക്യാൻസർ വന്നു. എന്താണെന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ നോക്കിയപ്പോഴെന്താ, ഈ ഡൈ അയാൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ ദിവസവും, അതുകൊണ്ടാണ് ഈ ഡൈ അടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. അറിയത്തില്ല കേട്ടോ, അവർക്കൊക്കെ ക്യാൻസർ വരുമെന്ന്. അപ്പോൾ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയാണ്. ഇവരെന്നെ കോപ്പി റൈറ്റ് കിട്ടിയതാണ്. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ല, അതിന് എന്നെ കോപ്പി റൈറ്റ് കിട്ടി. അയ്യോ, നല്ല മഴ. ഞാൻ ഈ വഴി വരില്ലായിരുന്നു. എന്ത് സംഭവമെന്നോ, കൊക്കക്കോള വാങ്ങിക്കാനുള്ള വന്നതാണ്.
താങ്ക് യു. ക്യാമറയും പിടിച്ചിട്ട് ആ റോഡ് ക്രോസായിരുന്നില്ലേ, എൻ്റെ ഫോണൊക്കെ നനഞ്ഞു. ഓ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അറിയാമോ? അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ലേഡി, അവർ ഫാമിലിയായിട്ട് മലേഷ്യയിൽ കറങ്ങാൻ വന്നതാണ്. കറങ്ങാൻ വേണ്ടി വന്നിട്ട് ആ ലേഡി എന്തോ ഒറ്റയ്ക്ക് എങ്ങാണ്ടും പുറത്തോട്ടിറങ്ങിയതാണ്. പുറത്തോട്ടിറങ്ങിയത് ഇങ്ങനത്തെ സാധനം ഉണ്ടാകത്തില്ലേ, കണ്ടോ? അങ്ങനത്തെ സാധനമാണോ, എന്ത് സാധനമാണെന്ന് അറിയാൻ പാടില്ലേ. റോഡ് പണി എങ്ങാണ്ടും നടക്കുമായിരുന്നു. അവർ ഉള്ളിലോട്ട് പോയി, അവരിതുവരെയും കിട്ടിയിട്ടില്ല. കാണരുത്. അപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് കിടക്കുക. നമ്മുടെ മാളൂട്ടി പോയ പോലെ ആയിരിക്കും. എൻ്റെ ജയറാമിൻ്റെ സിനിമയിലെ മാളൂട്ടിയില്ലേ, അവർ കുഴിയിലോട്ട് പോയിന്നേ. പാവം, അവരുടെ വിധി അത്ര ഉണ്ടാവില്ല. ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിൽ വന്ന് കുഴിയിൽ പോയി അവരുടെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല. കഷ്ടം എന്നുണ്ടെങ്കിലൊക്കെ സൂക്ഷിക്കണം നമ്മൾ. അല്ല കാണിലോട്ടും പോയി കഴിഞ്ഞാൽ കാണാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കാണാനല്ല. അപ്പോൾ TMC എത്തി. എൻ്റെ മുന്നേ ഇവിടെ ഭയങ്കര തിരക്കാല, അല്ലെങ്കിൽ ഒരു ഈച്ച പോലെ ഉണ്ടാവാത്ത സ്ഥലം. ഇതാണ് 99-നും TMC. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പറയാവേ. മഴയുണ്ട് കേട്ടോ. എൻ്റെ ഫോണൊക്കെ നന്ദി, ഞങ്ങൾക്ക് ഇപ്പുറത്തോട്ട് കയറിപ്പോൾ. അപ്പം എന്താ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചെന്ന് ഓർത്തോ, നമ്മുടെ നാട്ടിലെ ഒരു MRP പ്രൈസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു കൊക്കക്കോളൊക്കെ ആണെങ്കിൽ 17 രൂപ എങ്ങാണ്ടും, അത് തന്നെ മറ്റേ കടയിലായിരിക്കും, കൂടി വന്നൊരു 20 രൂപ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അയ്യോ, പലയിടത്തും പല റേറ്റാണ്. എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ ഇവിടെ നിന്നൊരു ഷാമ്പു വാങ്ങിച്ചു 99-ന്. അത് KKയിൽ വന്നപ്പോൾ അതിൻ്റെ 10 റിങ്കറ്റായിരുന്നേ. KKയിൽ വന്നപ്പോൾ 13 TMC ചെന്നപ്പോൾ 19 DIY ചെന്നപ്പോഴത്തേക്കും 20. അപ്പോൾ ഞാൻ എൻ്റെ ദൈവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇടിമിട്ടും മഴ കൊക്കക്കോള 99-ന് വാങ്ങിക്കുള്ളൂ. ചില സാധനം ഇവർ ഭയങ്കര ബിസിനസ് ട്രിക്കാണ്. കാരണം ചിലതിന് അന്നപ്പോൾ നമ്മൾക്കും അയ്യോ 99-ൽ വില കുറവായിരിക്കുന്നു, അതെറ്റി. അപ്പോൾ ടിഷ്യൂവിനൊക്കെ KKയിലെ വില കുറവ്, 99-ൽ വില കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി അങ്ങനെ ചെല്ലില്ല, നമ്മൾ അടുത്തായതുകൊണ്ട് അങ്ങനെ ചെല്ലും. നല്ല മഴ. അപ്പോൾ ശരിയെന്നാ, ഓക്കെ ബൈ. കാരണം മഴയത്ത് എൻ്റെ ഫോൺ നനയും. ഫോൺ നനഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു ഫോൺ മേടിക്കാൻ പറ്റത്തില്ല. ആൻറ്റി നിൻ്റെ ഫോൺ ഇവിടെ പോയി, നിൻ്റെ ഫോൺ നശിപ്പിച്ചാന്നൊക്കെ ചോദിക്കുമോ. അയ്യോ, ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ 4 മിനിറ്റ് വീഡിയോ. ആഹാ, നല്ല മഴ. മഴയത്തും വെയിലത്തും ഓടുണ്ടെങ്കിൽ ഒരു വട്ടം നിൽക്കാവോ ചേട്ടൻ പറയണ മഴ പെയ്യണമെന്ന്. അപ്പം ശരിയെന്നാണ്, മഴയത്ത് ഫോൺ പിടിച്ചുകൊണ്ട് നടക്കത്തില്ല. ഓക്കെ ബൈ, സീ യു. എന്തേ മഴയത്തിരിക്കണേ? കേൾക്കുന്നു ആ നിലവിളിച്ചത് കേട്ടോ. അത് തീടി വെട്ടണോ ആ ശബ്ദം. നമ്മുടെ വീടെത്താറായി. ഓക്കെ ബൈ. നല്ല മഴ. അപ്പോൾ ഓക്കെ എന്നാൽ സീ യു. അപ്പോൾ നാളെ കാണാവേ. നമുക്ക് നാളെ വേറെ വഴി പരിചയപ്പെടാം അല്ലേ. എപ്പോഴും ഒരു വഴി തന്നെ ആരും കാണണമെന്ന് പിന്നെ എന്താ പറയുക, ഒരു രസം. നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ.
അവർക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തതാ. അവർക്കറിയില്ല എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ എന്നാ ബൈ.